തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു. രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷിനുമാണ് വെട്ടേറ്റത്. ഇന്നലെ രാത്രി 10 മണിയോടെ തൃശൂർ വെളപ്പായിൽ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ചാണ് സംഭവം. നടരാജ് പരശുരാമുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ്, കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് കാത്തുനിന്ന അക്രമി വെട്ടി പരിക്കേൽപ്പിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? വ്യക്തിവൈരാഗ്യമാണോ ആക്രമണത്തിന് പിന്നിൽ? എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? എന്താണ് സംഭവിച്ചത്? ജിൽസി, ഞാനിപ്പോൾ നിൽക്കുന്നത് വെളപ്പായിലെ സുനിലിന്റെ വീടിന് മുമ്പിലാണ്. രാത്രി 10 മണിക്കാണ് ഇവിടെ നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. സുനിലിന്റെ വീട്ടിന് മുമ്പിൽ ഒരു ബിസിനസ് ആവശ്യത്തിന് ശേഷം അദ്ദേഹവും ഡ്രൈവറും എത്തിയതാണ്. ഇവിടെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നതിനിടെയാണ് പതിയിരുന്ന 3 അംഗ അക്രമി സംഘം ഇരുവരെയും ആക്രമിച്ചത്. വാതിൽ തുറന്നിറങ്ങുമ്പോൾ ഇവരെ വെട്ടുകയായിരുന്നു. ഇവർ പ്രതിരോധിച്ച് വെട്ടിൽ നിന്നും കുതറി മാറി ശ്രമിച്ച് ഓടുന്നതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ലഭ്യമായിട്ടുണ്ട്. ക്രൈം സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ആ ആക്രമണത്തിനിടെ കാറിന്റെ വാതിൽ പൊളിഞ്ഞ് ചില്ലുകൾ കിടക്കുന്നതും ചെരുപ്പൊക്കെ തന്നെ കാണാം. ഇത് ക്രൈം സ്പോട്ടായി പോലീസ് മാർക്ക് ചെയ്ത് പോയിരിക്കുന്ന സ്ഥലമാണ്. എനിക്ക് അടുത്ത് കാണുന്ന ആ CCTVയിലെ ദൃശ്യങ്ങളിൽ അക്രമികൾ എത്തുന്നതും ആക്രമണം നടത്തുന്നതും വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ്. എന്തായാലും രാത്രിയോടുകൂടി ഈ ആക്രമണം ഉണ്ടാകുന്നു. ഉടൻ തന്നെ ആംബുലൻസിൽ സുനിലിനെയും ഡ്രൈവറെയും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ അവർ ചികിത്സയിലാണ്. എന്തായാലും ഇരുവർക്കും വെട്ടേറ്റിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല എന്ന് പറയുമ്പോഴും നാടിന് നടുക്കിയൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് പിറകിൽ കാണുന്ന ഈ വെളപ്പായ പാലത്തിന്റെ ആ ഭാഗത്തേക്കാണ് അക്രമികൾ സംഭവത്തിന് ശേഷം ഓടിപ്പോയത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ ഭാഗത്ത് കൂടെ അവർ ഓടിപ്പോവുകയായിരുന്നു. എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള ഊർജിതമായ തിരച്ചിൽ പോലീസ് ഇപ്പോഴും നടത്തി വരികയാണ്. ഇതൊരു കൊട്ടേഷൻ സംഘമാണ് ഇതിന് പിന്നിൽ എന്നുള്ള പ്രാഥമിക നിഗമനമാണ് പോലീസിനുള്ളത്. മുൻവൈരാഗ്യമാണോ, പണമിടപാടാണോ, മറ്റ് വല്ല പ്രശ്നങ്ങളുമാണോ ഇതിന് കാരണം എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും രാത്രി ഉണ്ടായ ഈ സംഭവം നാടിനെ തന്നെ നടുക്കിയിരിക്കുകയാണ്.